ഇന്നത്തെ വീഡിയോ മാമ്പഴപ്പുട്ടാണ് കേട്ടോ. മാമ്പഴപ്പുട്ട് ഒരു ഗ്ലാസ്, ഈ ഒരു കപ്പ് പിന്നെ പുട്ടുപൊടിയാണ് കേട്ടോ. ഇത് ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് കണക്ക്. ആവശ്യത്തിന് ഉപ്പുപൊടി. അപ്പൊ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പുട്ടാണ്, ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളമാണിത്. കരിപ്പുട്ടാണ്, കരിയുള്ള പൊടിയാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് അര ഗ്ലാസ് തേങ്ങ വെള്ളം കൊണ്ട് ഒഴിക്കണം. അര കപ്പ് തേങ്ങ വെള്ളം. അത് കഴിയുമ്പോൾ നമ്മൾ മാമ്പഴം ചേർക്കല്ലോ. തേങ്ങയുടെ അകത്ത് ഒരു ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ മാമ്പഴപ്പുട്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മാമ്പഴം ഇടാം. കൈ കൊണ്ട് നല്ലോണം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. കുറേശ്ശെ ഇടണേ മാങ്ങ. നമുക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിടാം. എനിക്ക് നല്ല പഴുത്ത് പ്യൂറ് മാങ്ങയാണ്, നല്ല മാങ്ങയുണ്ട്. അത് നല്ല മധുരമുള്ള മാങ്ങയാണ്. പുട്ടിന്റെ വെള്ളം വെച്ച് തിളയ്ക്കാനുണ്ട്. നല്ല യെല്ലോ കളറായിട്ട് നല്ല സ്മെല്ലാട്ടാ. എല്ലാവരും ട്രൈ ചെയ്യണ്ട. കറിയൊന്നും വേണ്ട. ഇത് നമുക്ക് ഇച്ചിരി മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിന് ഇടയ്ക്ക് തേങ്ങയുടെ കൂടെ ഇത്തിരി പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇടയ്ക്ക് ഒരു ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വിഷു കഴിഞ്ഞ പിറ്റേ ദിവസം പിന്നെ പുട്ടും പായസവും. അത് ഞാൻ ഇട്ടിട്ട് ഒരുപാട് പേര് കണ്ട് ലൈക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പിന്നെ ഒരു ഫേസ്ബുക്കിൽ നമ്മുടെ സൂര്യ സിനിമ സൂര്യ പുട്ടും സേമിയ പായസമായിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചക്കയും പുട്ടും. പണ്ട് നമ്മൾ ചക്ക ഇങ്ങനെ വെറുതെ പുട്ടിന്റെ കൂടെയാണ് കഴിച്ചോണ്ടത്. അങ്ങനെയല്ല, ഇതുപോലെ നമുക്ക് പൾപ്പാക്കി എടുത്തിട്ട് ഇതിൻ്റെ കൂടെ നമുക്ക് ചക്ക ഉണക്കി പൊടിച്ച് പുട്ടുണ്ടാക്കാം. അത് നമുക്ക് നല്ല ടേസ്റ്റുള്ള മാമ്പഴം പുട്ട്. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഏലക്ക പൊടി ഇതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്ക് തേങ്ങ എല്ലാരും ഉണ്ടാക്കി നോക്കണേ. ഇതൊക്കെ ഏത്തപ്പഴം വെച്ചിന്. ഏത്തപ്പഴം ഒന്നും കുട്ടികൾ കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലെ തന്നെ പൊടിയിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ പൾപ്പെടുത്ത് അരച്ചെടുക്കുമ്പോൾ നല്ലപോലെ മാഷ് പോലെ ആവുമല്ലോ. അത് ഇതുപോലെ പൊടിയിൽ കുഴച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വെള്ളം തിളച്ച് വെച്ച് നല്ല സ്മെല്ലാട്ടോ പുട്ടുപൊടി. അപ്പൊ നമ്മള് വെള്ളം ചേർത്തില്ലെങ്കിലും പിന്നെ ഈ മാമ്പഴം അധികം ഉണ്ടെങ്കിൽ മാമ്പഴം തന്നെ വെച്ച് ചെയ്താൽ കേട്ടോ. ഇപ്പൊ എനിക്ക് എൻ്റെ കുറച്ച് തേങ്ങ പൊടിച്ചപ്പോൾ തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തേങ്ങ വെള്ളം ഇടുമ്പോൾ ഒത്തിരി ടേസ്റ്റ് ആവോ. അല്ലെങ്കിൽ മാങ്ങ എല്ലാം ഞാൻ ചേർത്താനായിരുന്നു. ഇത് കുറച്ചേരം ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആവും. അപ്പൊ വീണ്ടും നമുക്ക് ഇച്ചിരി കൂടെ മാമ്പഴം ഇട്ടിട്ട് ഇതാക്കാം കേട്ടോ. ഏത്തപ്പഴവും പിന്നെ മിക്സിയിലിട്ട് അടിച്ച് ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണമെന്നില്ല. തേങ്ങ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തേനെ. ഒരു ഗ്ലാസ് പൊടിക്ക് 300 പുട്ടുണ്ടാവും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. കമന്റ് ബോക്സിൽ കമന്റ് ഇടണേ. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടണേ കേട്ടോ.
സാധ്യത കുറവാണ്. ഇത് തന്നെ നമുക്ക് ഇവിടെ ഇത്തിരി കൂടെ ഇതിട്ടിട്ട് ഇതേപോലെ തേങ്ങ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടയോ ഇതേപോലെയൊക്കെ ചെയ്യട്ടെ. ആവിയിലൊക്കെ വെച്ച് വേവിച്ചൊക്കെ എടുക്കാം. വേണ്ട ഇങ്ങനെയൊക്കെ വെച്ച് കുട്ടികൾക്ക് കൊടുക്കാം, പിടി ഉണ്ടാക്കാം, എല്ലാം ചെയ്യാം. ഇത് കുട്ടികൾ നല്ല എന്ത് സ്മെല്ല് തരാമോ, അയ്യോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്മെല്ല് കേട്ടോ. ഭയങ്കര മണം. ആ മാമ്പഴത്തിൻ്റെയും ഏലക്കയും തേങ്ങയും നല്ലപോലെ അവിയൽ വെന്തട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങയും കൂടെ ആഡ് ചെയ്ത് കഴിച്ചാൽ സൂപ്പറായിരിക്കും കേട്ടോ. നമ്മുടെ മാമ്പഴപ്പുട്ട് നല്ല സൂപ്പർ. ഇത് തന്നെ ചക്കയും ചെയ്യാം. പണ്ട് നമ്മൾ ചോളപ്പൊടി ഉപ്പുമാവ് ഉണ്ടാക്കൂല, പുട്ടുണ്ടാക്കൂലേ, ഈ കളറാണത്. ഉപ്പ് നമ്മൾ ഇടുമ്പോൾ ഇത്തിരി കുറച്ച് വേണം ഇടാൻ കേട്ടോ. നേരി ഉപ്പ് മതി. ശരിക്കും ഒരു ഗ്ലാസ് പൊടിക്ക് 300 പുട്ടുണ്ടാവും. നമുക്ക് ഒരു പ്ലേറ്റിലെടുത്ത് കഴിച്ചു നോക്കാം. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അടിപൊളി ടേസ്റ്റ് അത് ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കാണ്ട് മാങ്ങാക്കാലം വരുമ്പോൾ മാങ്ങ ഉള്ള കിട്ടുന്ന സമയത്ത് നമ്മുടെ പൈനാപ്പിൾ നല്ല പഴുത്താണ് ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. മാങ്ങ വേണമെന്ന് തന്നെ ഇല്ല കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റ്. കറിയോ ഒന്നും വേണ്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്ത പുട്ടിന് ആവി വന്നി. അപ്പോൾ ടാറ്റ, ബൈ ബൈ.